ഇനി സംയുക്ത വാർത്താ സമ്മേളനം സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്താണ്, എങ്ങനെയായിരുന്നു പ്രഹരം, എത്രത്തോളം പ്രഹരശേഷി ഉണ്ടായിട്ടുണ്ട്, എത്ര ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എത്ര ഭീകരരുടെ കേന്ദ്രങ്ങൾ നമുക്ക് തല്ലി തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ബ്രീഫിംഗ് ഉണ്ടാകുമോ? ഉറപ്പായിട്ടും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ഈ പ്രഹരശേഷി എന്നുള്ള കാര്യം വ്യക്തമാണ്. എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിച്ച കണക്കാണ് നമുക്ക് ലഭിക്കാറുള്ളത്. അത് 10 മണിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും സംയുക്തമായി നടത്തുന്ന ആ ഒരു വാർത്താ സമ്മേളനത്തിൽ അവർ കൃത്യമായി പറയും എത്ര പേർക്ക് മരണം സംഭവിച്ചു എന്നുള്ള അവർക്ക് ലഭിച്ച കണക്കുകൾ അടക്കം എന്തായാലും വളരെ കൃത്യമായി പറയുമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ബാക്ക് ടു ബാക്ക് ഒന്നിനു പുറകെ ഒന്നായി 2 സുപ്രധാന യോഗങ്ങളാണ് ഡൽഹിയിൽ ചേരാൻ പോകുന്നത്. 11 മണിക്ക് ക്യാബിനറ്റ് സുരക്ഷാ ഉപസമിതി യോഗം. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അതുപോലെ തന്നെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ, ഇത്രയും പേർ ഒരുമിച്ച് ചേരുന്ന ക്യാബിനറ്റിന്റെ സുരക്ഷാ ഉപസമിതി യോഗം കഴിഞ്ഞ ആഴ്ചയും അതിന് മുൻപത്തെ ആഴ്ചയും 2 തവണ ഇതേ രീതിയിൽ സുരക്ഷാ ഉപസമിതി യോഗം ചേർന്നിരുന്നു. അതിലൊന്നാണ് ഈ നയതന്ത്ര തലത്തിൽ നടപടികൾ പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ 2 യോഗത്തിലും ഇന്ന് ഈ പുലർച്ചെ നടക്കാൻ പോയിരുന്ന അല്ലെങ്കിൽ ഈ നടത്തിക്കഴിഞ്ഞ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്ന ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഓരോരോ നീക്കങ്ങളും അവർ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അക്ഷരം പ്രതി നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ആ 11 മണിയുടെ സുരക്ഷാ ഉപസമിതി യോഗം ചേർന്ന് കഴിഞ്ഞാൽ അതിന് പിന്നാലെ തന്നെ സമ്പൂർണ്ണ ക്യാബിനറ്റ് യോഗങ്ങൾ, അതായത് രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ഗതി എന്ത്, അല്ലെങ്കിൽ ഇനി ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് മുന്നോട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളടക്കം തീരുമാനിക്കാൻ വ്യക്തത വരുത്താനായിട്ട് ഒരു സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം കൂടിയാണ് ഈ ഉപസമിതി യോഗത്തിന് ശേഷം ചേരാൻ പോകുന്നത്. അതിന് 2നും മുന്നോടിയായിട്ടാണ് ഈ സംയുക്ത വാർത്താ സമ്മേളനവും എന്തായാലും വരാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ അത് വിജയിച്ചിരിക്കുകയാണ്. അതായത് നാവികസേനയും വ്യോമസേനയും കരസേനയും സംയുക്തമായി 9 കേന്ദ്രങ്ങൾ, ഭീകരരുടെ 9 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം അത് പൂർത്തിയായിരിക്കുന്നു, വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ബാക്കിയുള്ളത് ഈ ലൈൻ ഓഫ് കൺട്രോളിലൂടെ, അതായത് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് നിലനിൽക്കുന്ന ആർട്ടിലറി ഫയറിംഗ് മാത്രമാണ്. അതായത് പാകിസ്ഥാൻ